ഇതിൻ്റെ പരിപ്പും വേണേൽ ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ചെയ്തെടുക്കണില്ല, നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അധികമൊന്നും ചേർക്കേണ്ട, കാരണം നമ്മൾ മാങ്ങ ഉപ്പിലിട്ട സമയത്ത് തന്നെ അത്യാവശ്യം നല്ല അതിൽ ഉപ്പുണ്ടാവും. പിന്നെ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറും പിന്നെ സാധാ മുളക് പൊടിയും വേണേൽ ഇട്ട് കൊടുക്കുക. ഇതിൽ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അതാകുമ്പോൾ കുറച്ചും കൂടി കളർ ഉണ്ടാവും ചെയ്യും, പിന്നെ എരിവ് അധികം ഉണ്ടാവില്ല. നമുക്ക് എത്രയാണോ നോക്കിയിട്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. പിന്നെ ഈ മസാലപ്പൊടീൻ്റെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണ്ടേ. അപ്പോൾ എണ്ണ കുറവാണെന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടി നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ചായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് എണ്ണ മതിയാവും, മസാലയൊക്കെ കുറച്ച് മതി കേട്ടോ. എത്രയാണ് നിങ്ങളെ പാകത്തിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഈ മസാലേൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്ന ശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് സുർക്ക ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ, വിനാഗിരി ഒഴിച്ചതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നമ്മൾ കുറച്ച് മാങ്ങ ഇട്ടിട്ടാണ് പിന്നെ അച്ചാർ ഉണ്ടാക്കണമെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കേട് വരാതൊക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് നല്ലെണ്ണ ചേർത്തിട്ട് ഉണ്ടാക്കുന്നത്. ഇത് നന്നായിട്ടും തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മാങ്ങ ഞാൻ അരിച്ച് ചേർത്ത് ഒന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതാണ് കേട്ടോ. ഇതുപോലെ അരിപ്പക്കലം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാങ്ങ പിന്നെ അരിച്ചെടുത്തതാണ്, കാരണം ഉപ്പ് രസം കൂടണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ. നമ്മൾ ഈ മാങ്ങ കഷ്ണങ്ങൾ ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇതെല്ലാം യോജിപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ള മാങ്ങ കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുത്തതാണ്. ഇനി നമുക്ക് എത്രയാണോ വേണ്ടത് നോക്കിയിട്ട് ആ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള അതിൻ്റെ ഉപ്പ് രസമുള്ള പിന്നെ വെള്ളമാണ് ഇട്ടത്, അത് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിന്. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ, കുറച്ച് മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ അധികം മാങ്ങയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇത് മുളക് പൊടി എന്തെങ്കിലും കുറവാണെന്ന് തോന്നിയാൽ ഈ സമയത്ത് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്താലും മതിയേ. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആണ് അച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കായപ്പൊടിയും പിന്നെ മധുരം അല്ല ഇതിലെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിന് കേട്ടോ. അതിന് പകരം ഒരു പൊട്ട് ശർക്കര ചേർത്ത് കൊടുത്താലും മതി. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. നമ്മളിത് നല്ലോണം ചൂടാറിയതിൻ്റെ ശേഷം വേണം നമ്മൾ ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാൻ. അപ്പോൾ നമ്മൾ പാത്രത്തിലാക്കി കൊടുക്കുന്ന സമയത്ത് നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിൽ തന്നെ ആക്കി കൊടുക്കുക. പിന്നെ മുകൾ ഭാഗത്ത് നല്ലെണ്ണ ചൂടാക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ വെക്കുകയാണെങ്കിൽ കുറേ നാൾ നമ്മൾ അച്ചാർ കേട് വരാതെ തന്നെ നിൽക്കുവേ. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിലിടാഞ്ഞത്, അതും കൂടി ചേർത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയെ. പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിലാണ് അച്ചാർ ഉണ്ടാക്കണതെങ്കിൽ കുറച്ചൊക്കെ ഉണ്ടാക്കണമല്ലെങ്കിൽ അച്ചാറിട്ടിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചാലും മതി കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.